രേഖാചിത്രം എൻ്റെ പ്രതീക്ഷകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ച പഴയ സുരേഷ് ഏട്ടൻ്റെ FIR പോലത്തെ ഒരു സിനിമയെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം ഒരു സംശയത്തിൻ്റെ പുറത്തായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതല്ല, വേറെ ഒരു ജോണറിൽ പോകുന്ന സിനിമയാണ്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗുണ്ട്, സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ ത്രില്ലിംഗ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ AI സാങ്കേതിക വിദ്യയിൽ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വോയിസും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആസിഫ് അലി, അനശ്വര രാജൻ, സായികുമാർ, സിദ്ദീഖ്, ജഗദീഷ് ഏട്ടൻ, ഒരു നല്ല താരനിര തന്നെയുണ്ട്. ഈ സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോഴാണ് ഇൻട്രസ്റ്റിംഗ് വരുന്നത്. കാരണം ഈ വലിച്ചിലുണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഈ ഒരു അന്വേഷണ സിനിമ ആയതുകൊണ്ട് കഥ പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള പല വഴികളിലേക്ക് പോകുന്നതിൻ്റെ ഒരു വലിച്ചിൽ ഈ സിനിമയ്ക്കുണ്ട്. സെക്കൻഡ് ഹാഫിലേക്കും ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. നല്ല സിനിമയാണ്. ആസിഫ് അലിയുടെ വലിയൊരു സിനിമയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ നമുക്ക് കുടുംബസമേതം തിയേറ്ററിൽ വന്നിരുന്ന് കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നല്ല സിനിമയാണ്. ഇതിൻ്റെ റൈറ്റിംഗ് ആണെങ്കിലും ഇതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാ വർക്കുകളും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിലും നമുക്ക് വീണ്ടും കാണാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ എല്ലാവരും വന്ന് കാണണമെന്ന് ഞാൻ പറയണം. കാരണം വലിയൊരു മാസ് പടമല്ലേ ഇത്. നമുക്ക് ഫാമിലിയായിട്ട് എല്ലാവർക്കും വന്നിരുന്ന് കാണാം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ലാഗ് വന്നപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നുണ്ട്. മമ്മൂക്കയെ കാണിച്ചാണ് അടിപൊളി. ഇതിനകത്ത് AI വന്നേക്കുന്ന മറ്റേ ഗോട്ടിൽ വിജയാന്തിനെ കാണിക്കുന്ന പോലെ തന്നെ മമ്മൂക്ക ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നല്ല സിനിമയാണ്. എല്ലാവരും നല്ല തിയേറ്ററിൽ ധൈര്യമായിട്ട് കാണാം. നല്ല പടമാണ്.